അതിനുള്ള പണം ഓയിൽ കമ്പനികൾ പൂർണ്ണമായും റീഇംബേഴ്സ് ചെയ്യും എന്ന് പറഞ്ഞാണ് അത് ആ പദ്ധതി തുടങ്ങിയത്. എന്നാൽ ഇതുവരെ 30 ബോട്ടിൽ ബൂത്തുകൾ മാത്രമേ കോർപ്പറേഷന് പ്രൊക്യൂർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏതാണ്ട് 5 ഓയിൽ കമ്പനികൾ 6 എണ്ണം വെച്ച് അതിന്റെ റീഇംബേഴ്സൽ നടത്താൻ മാത്രമാണ് ബാധ്യത ഇപ്പോൾ എൻ്റെ മിനിസ്ട്രി വഴിയുള്ള നിർദ്ദേശപ്രകാരം ഓയിൽ കമ്പനികൾക്കുള്ളത്. 300 എണ്ണവും അവർ 300 എണ്ണം 600 ആവശ്യപ്പെട്ടത് അല്ലേ? അതിൽ 300 വരെ വെച്ചോളൂ എന്ന് അംഗീകാരം കൊടുത്തതാണ്. ഇനി ആ അംഗീകാരം നിലനിൽക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ ബോട്ടിൽ ബൂത്തുകളിൽ ഓയിൽ കമ്പനികളുടെ ലോഗോ വെച്ചിരുന്നു. ഇപ്പോൾ ഓയിൽ കമ്പനികൾ പേയ്മെന്റ് റിലീസ് ചെയ്യാനിരിക്കെ ഓയിൽ കമ്പനികളുടെ ലോഗോയ്ക്ക് പുറമെ കോർപ്പറേഷന്റെ സ്റ്റിക്കറുകളും സ്വീകരിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഓയിൽ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നെ കോർപ്പറേഷൻ പങ്ക് ചേർന്നില്ലെങ്കിൽ ഇത് സാധ്യമാകാതെയും വരും. ന്യായമായ ആവശ്യമില്ല അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഇവിടെ അറിയിക്കുന്നു, എല്ലായിടത്തും ഞാൻ അറിയിച്ചു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കള്ളൻ. ഞാനിത് വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല, ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപി സാറിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നു. എൻ്റെ ഏകദേശം 5000-ൽ പരം താഴെ വരുന്ന ഒരു സമൂഹത്തിൻ്റെ ദയനീയമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സാറിനെ സൂചിപ്പിക്കുന്നത്. ഏകദേശം കഴിഞ്ഞ മാസം 20-ാം തീയതി ഇളവള്ളിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു നിവേദനം ഇതിൽ ഈ സമൂഹത്തിലെ ആദ്യത്തെ ഒരു ബിരുദയായിട്ടുള്ള സത്യനാഥൻ അദ്ദേഹത്തിന് സാധിക്കില്ല. എനിക്ക് അദ്ദേഹം പറയാൻ വിട്ടുപോയി 1-2 കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നു. ഒന്നാം UPA സർക്കാരിൻ്റെ കേന്ദ്രഭരണം ഭരിക്കുന്ന സമയത്ത്, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് എല്ലാവരും പരിഹരിക്കാൻ ശേഷിയില്ലാത്ത ഒരു ജനവിഭാഗമായി പോയി എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ വിഭാഗത്തെ കണ്ണിലെ കരട് പോലെ പോലും കണക്കാക്കുന്നില്ല. അവരെ കണക്കാക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു വിഭാഗം പലരും പ്രാസം വെച്ച് എല്ലാ മാധ്യമങ്ങളും എല്ലാ രാഷ്ട്രീയ നേതാക്കൾ പറയുമ്പോൾ ഉള്ളു പൊട്ടാറുണ്ട്. നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന പദം പറയുമ്പോൾ സത്യത്തിൽ കുഞ്ഞാണ് മനസ്സ്. കാരണം ഈ വിഭാഗത്തിന്റെ അവസ്ഥ അതിദയനീയമാണ്. അതിനേക്കാൾ ദയനീയമാണ്. ഈ വിഭാഗത്തെ കുറിച്ചിട്ട് ഈ UPA സർക്കാർ പിന്തള്ളിപ്പോയ ആ മറുപടി തന്നെ ഈ കഴിഞ്ഞ 15 വർഷമായിട്ടും നിരന്തരമായിട്ട് നമുക്ക് മറുപടി. അതെ, 2 പേരും പക്ഷെ 3500 വളരെ വലുതാണ്. സന്തോഷം. ആ 3 ജില്ല മലബാർ ഏരിയയിൽ മാത്രം വരുന്ന ഒരു സമൂഹം ഈ സമൂഹത്തിന് അർഹതപ്പെട്ടു. പിന്നെ വേറൊരു കാര്യം, 2024 പന്തളം ഭാഗത്തൊക്കെ ഉണ്ട്. ശരി സാർ പറയുന്ന അംഗീകരിക്കും. ഞാൻ പറഞ്ഞു വന്നത് 2024 ഓഗസ്റ്റ് 1-ാം തീയതി വൾനറബിൾ കമ്മ്യൂണിറ്റിക്കാരായിട്ടുള്ള ആൾക്കാരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സമൂഹത്തിന്റെ പ്രാതിനിധ്യം പോലും തമിഴ്നാട്ടിലുണ്ട്. അപ്പൊ ഈ 3 സംസ്ഥാനങ്ങളിലെ കണക്കൊന്ന് എങ്ങനെയെങ്കിലും ശേഖരിക്കാൻ ശ്രമിക്കണം, എത്രയും പെട്ടെന്ന്. ഈ ബാക്കി സംസ്ഥാനങ്ങളിൽ ഇത് STയിൽ പെടുത്തിയതിന്റെ രേഖയും എടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് സാധിച്ചാൽ. നമസ്കാരം. എൻ്റെ പേര് അഡ്വക്കേറ്റ് ശൈലേന്ദ്രനാഥ്. ഞാൻ നമ്മുടെ ഈ ഔട്ട് പോസ്റ്റിൻ്റെ അപ്പുറത്ത് MSME സ്ഥാപനമുണ്ട്, നൈപുണ്യ വികസന കേന്ദ്രമാണ്. അവിടെ ഇതിനോട് യുവാക്കൾക്ക് കൂടുതൽ ഗുണകരമായ കോഴ്സുകൾ ആരംഭിക്കണം. ഇവിടെ തൃശ്ശൂർ എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ്. അപ്പോൾ അവിടെ നിരവധി ആളുകൾ പുറത്തുനിന്നൊക്കെ വന്ന് പഠിക്കുന്ന സ്ഥലമാണ്. അതിനോട് കൂടുതൽ നല്ല രീതിയിൽ യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്ന കോഴ്സുകൾ ആരംഭിക്കണം. ബഹുമാനപ്പെട്ട MP അവിടെ ഇടയ്ക്ക് ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. MSME ആയിട്ട് ഞാൻ 2 മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. നമുക്ക് പൊടി തട്ടിയെടുത്ത് മുമ്പോട്ട് കൊണ്ടുവരണം. ഇതെല്ലാം മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം. പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു വലിയ പിശാചിനെ ഉൽപ്പാദിപ്പിച്ച് വളർത്തിയെടുത്ത് ഇന്ന് നാശം വിതച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കൊരു തിരിച്ചുപോക്കല്ല, ഒരു മേൽഗതി ഉണ്ടാവണം. അതിന് മുന്നോട്ടുള്ള പോക്കിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. 18 ട്രേഡുകളുണ്ടെന്ന് അന്വേഷിച്ചോളൂ. എന്താണ് വിശ്വകർമ്മ അഭിയാൻ. ഇനി ഇതൊക്കെ ഷോക്കേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളിൽ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് കർശനമാക്കിയിട്ടുണ്ട്.
ഇവിടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ 18 ഉൽപ്പന്നങ്ങളുടെയും ഒരു ഷോക്കേസിംഗ് അവിടെ നടക്കാനുള്ള വ്യവസ്ഥിതി ഉണ്ടാക്കാൻ ഞാൻ ഇപ്പൊ തന്നെ DRM-ന് അതിന്റെ നിർദ്ദേശവും നൽകുന്നതാണ്. കാനറ ബാങ്കിന്റെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. കാനറ ബാങ്കിന്റെ MSME-യുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ട്, രാമവർമ്മപുരം വില്ലട. കാനറ ബാങ്കിന്റെ ഫ്രീ ആണ് ഉപയോഗപ്പെടുത്താൻ. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് 50, 45 വയസ്സായിരുന്നു അതിപ്പോ 50 വയസ്സാക്കി. 18 മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് നൈപുണ്യ നേടാൻ ഉള്ള കേന്ദ്രം സൗജന്യമാണ്. ആരെങ്കിലും ഉണ്ടോ? നൈറ്റ് ടൂറിസം എന്ന് പറയുന്ന ഒരു സ്പോട്ടില്ല. ആസ് എ ടൂറിസം മിനിസ്റ്റർ തൃശ്ശൂരിന് അങ്ങനെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു എന്താ പറയാ, ടൂറിസം എന്ന് പറയുന്ന സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ഇപ്പോ കേന്ദ്രത്തിൽ നിന്ന് എന്ത് പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത്, കൾച്ചർ മിനിസ്ട്രിയുടെ കീഴിലുള്ള പ്രസാദ് സ്കീം ആയാലും, ടൂറിസത്തിന്റെ കീഴിലുള്ള സ്വദേശ് ദർശൻ ആയാലും, സാസ്കി ആയാലും, 15 ന്യൂ ഡെസ്റ്റിനേഷൻസ് ആയാലും, സ്റ്റേറ്റ് ഒരു പ്രപ്പോസൽ തരാതെ തൊട്ടാനൊക്കത്തിൽ ഞങ്ങൾക്ക് കാലി കുത്താൻ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കണം. പക്ഷെ ഈ നൈറ്റ് ടൂറിസത്തിന്റെ ഒക്കെ അപകടങ്ങൾ ഇതൊരു വലിയ ഭാരമായി മാതാപിതാക്കൾക്ക് മാറുന്നു അല്ലേ? ഇതുമൊക്കെ പാരലായിട്ട് വലിയ ചർച്ചയായി നടന്നുകൊണ്ടിരിക്കുക. സാംസ്കാരിക ച്യൂതി, അതിനെക്കുറിച്ചും നമുക്ക് എല്ലാവർക്കും വേണ്ടിയേ പ്രവർത്തിക്കാൻ സാധിക്കും അല്ലേ? എല്ലാ ശബ്ദവും നമ്മൾ കേൾക്കും. ഇനി അവിടെ ചോദിച്ചോളൂ കേട്ടോ, അവിടെ നിന്ന് ചോദിച്ചോ, കുഴപ്പമില്ല.